നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൻ്റെ ക്യാപ്ഷൻ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വ്യാഴപ്രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. ജൂൺ മാസം 2-ാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ടുള്ള 2-3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വ്യാഴം. അപ്പോൾ അതിൽ സംശയം വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ദൂരീകരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ വ്യാഴദോഷം വന്നിട്ടുള്ള ആളുകൾക്ക് എന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ആ ദോഷത്തിൻ്റെ അനുഭവം കുറയുക എന്നുള്ളത്. പിന്നെ മറ്റു പല അഭിപ്രായങ്ങളും വരെ ഉണ്ടായി. അപ്പോൾ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ട് പറയണത് എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമുക്ക് ആധികാരികത, നമ്മൾ പറയുന്ന വിഷയത്തിന് ആധികാരികത വേണമെങ്കിൽ പ്രമാണപുരുഷരായിരിക്കണം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമാവും. അപ്പോൾ നമുക്ക് ഇത്തരം പ്രമാണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ആസ്ട്രോ മീഡിയയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതങ്ങനെ തന്നെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ മുന്നോട്ട് പോവുക. അതിലിപ്പോൾ പ്രശ്നമാർഗം ഉപയോഗിക്കാറുണ്ട്, ഫലദീപിക ഉപയോഗിക്കാറുണ്ട്, ഹോരയുടെ പലതരം വ്യാഖ്യാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ ഗോചര ഫലങ്ങളെ പറ്റിയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു സംശയം വന്നത്, ഗ്രഹം ഉച്ചത്തിലേക്കല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ദോഷം സംഭവിക്കാൻ വഴിയില്ല എന്നാണ്. അപ്പോൾ വ്യാഴം എന്നുള്ളത് സാത്വികകാരകനാണ്, ഏറ്റവും സാത്വികമായിട്ടുള്ള ഗ്രഹമാണ് ആ വ്യാഴം. ആ വ്യാഴം ഉച്ചരാശിയിലേക്ക് വരണു എന്നുള്ളത് നല്ല കാര്യം തന്നെ. അതുകൊണ്ട് ദോഷത്തിന് ലഘുത്വം ഉണ്ടാവും എന്നുള്ളതും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ അതിബന്ധുക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ദോഷത്തിൻ്റെ കാഠിന്യം ഗണ്യമായി കുറയും. എങ്കിലും നമ്മൾ പറയുന്ന വിഷയം ഗോചരഫലങ്ങളാണ്. ഗോചരം വേദം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഗോചര സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ വേദസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗ്രഹം ഉച്ചത്തിലാണെങ്കിൽ പോലും അഷ്ടവർഗം എന്ന ബിന്ദുവിൻ്റെ അല്ലെങ്കിൽ അഷ്ടവർഗം എന്ന ബലത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കും ആ വ്യക്തിക്ക് അനുഭവങ്ങൾ ഉണ്ടാവുക. അതേപോലെ ആ വ്യക്തിയുടെ ജാതക ഫലങ്ങൾ, പ്രത്യേക ദശകൾ നടക്കുന്നുണ്ടാവും, പ്രത്യേകമായിട്ടുള്ള അപഹാരങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകളിൽ ഒന്ന് മാത്രമാണ് ഗോചരഫലങ്ങൾ. ദശ, അപഹാരം, ഛിദ്രം, ഗോചരം, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാളുടെ ഫലാദി അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാൻ. അല്ലാണ്ട് വ്യാഴം മാത്രമല്ലല്ലോ ഇപ്പോൾ ഗോചരം ചെയ്യണത്, മറ്റ് ഗ്രഹങ്ങളൊക്കെയും ഗോചരം ചെയ്യുന്നുണ്ട്. സൂര്യൻ മുതൽ രാഹുകേതുക്കൾ വരെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഗോചരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങളിലൊക്കെ സ്ഥിതിക്ക് അനുസരിച്ച് എത്ര ഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമുണ്ട്, എത്ര ഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ വ്യാഴം മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറ്റ് ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനത്താണെങ്കിൽ ആ വ്യക്തിക്ക് ദോഷം സംഭവിക്കാം. മോശപ്പെട്ടൊരു ദശയാണ് നടക്കുന്നത്, മോശപ്പെട്ട ദശയിൽ മോശപ്പെട്ടൊരു അപഹാരമാണ് നടക്കുന്നത് എങ്കിലും ഈ അനുകൂല സ്ഥിതിയുള്ള നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ മോശം ഫലം ഉണ്ടാവും. എപ്പോഴും നമ്മൾ ജാതകം വ്യക്തമായി അത് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അവനവൻ്റെ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. പിന്നെ ഇത് പൊതുജനങ്ങൾക്കുള്ള അറിവിലേക്കായിട്ടാണ് ഇത് തരുന്നത്. ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ നടത്തുമ്പോൾ അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവജ്ഞന്മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ശാസ്ത്രീയമായി പാരമ്പര്യമായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ ഇതിനു വേണ്ടി സമീപിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ പലവരും പലതും പറയുന്നത് കേൾക്കും. അപ്പോൾ മറ്റൊരു അഭിപ്രായമാണ് ജ്യോത്സ്യന്മാർ തമ്മിൽ ഏകാഭിപ്രായം ഇല്ല എന്നുള്ളത്. ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കൃത്യമായിട്ട് ഗുരുകുല സമ്പ്രദായത്തിൽ ശാസ്ത്രം അഭ്യസിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഏകാഭിപ്രായം മാത്രമേ ഉണ്ടാകൂ. അതിനു വേണ്ടിയിട്ടാണ് ആ പ്രമാണം ചൊല്ലണത്. അത് വ്യക്തിപരമല്ല, ഒരു ശാസ്ത്രാധിഷ്ഠിതമായിട്ടാണത് പറയണത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് പ്രമാണം ചൊല്ലണത്. പിന്നെ ജ്യോതിഷത്തിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ സംസ്കൃത ലിപിയിൽ, സംസ്കൃതത്തിലാണ് അതെല്ലാം എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സംസ്കൃത ശ്ലോകം ചെല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അത് അരോചകം എന്ന് തോന്നുന്ന ആളുകൾ അതിനെ ഫോളോ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. കാരണം അത് മനസ്സിലാക്കണം. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി, ഇപ്പോൾ നമ്മൾ 6-7 വർഷമായി നമ്മൾ ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ തന്നെയാണ്. നമ്മളതിൽ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് പ്രയോജനം അനവധി ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. 99.99% ആളുകളും അതിനെ അനുകൂലിക്കുന്നവരാണ്.
അപ്പോൾ നിങ്ങൾക്കതിൽ വരുന്ന കമൻറ്റുകളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. 1-2 പേര് മാത്രമാണ് അവർക്ക് ഈ പ്രമാണം ചൊല്ലുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉള്ളത്. അത് ന്യൂനപക്ഷത്തെ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, പതിവായിട്ട് അത് തള്ളിക്കളയലാണ് പതിവ്. അല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ളതായ ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടതെന്ന് അതിൻ്റെ താല്പര്യം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയണം, പ്രതിവിധി മാത്രം നമ്മൾ കേട്ടാൽ പോരാ. അപ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്ന സാത്വിക മൂർത്തി എന്തിനൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വ്യാഴദോഷം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് ദോഷം വരിക എന്നുള്ളത് നമ്മൾ അധികം മനസ്സിലാക്കണം. അതിന് ജ്ഞാനം സൽഗുണമാത്മജം എന്ന് പറഞ്ഞിട്ട് ഫലദീപികയിൽ 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. വ്യാഴം ജ്ഞാനത്തെയും നമ്മളുടെ അറിവിനെയും സൽഗുണത്തെയും സന്താനങ്ങളെയും ഉപദേശകർത്താക്കന്മാരെയും തൻ്റെ കുലാചാരങ്ങളെയും ഗുരുവിൻ്റെ അനുഗ്രഹത്തെയും വേദം കർമ്മം ബുദ്ധി ഇതിൻ്റെ അനുകൂല സിദ്ധിയെയും. അപ്പോൾ വ്യാഴം ബുദ്ധികാരകനാണെന്ന് തോന്നുന്നു. അപ്പോൾ വ്യാഴം അനുകൂലസ്ഥനല്ലാണ്ട് വരുമ്പോൾ ബുദ്ധിക്ക് ഭ്രംശം ഉണ്ടാവാം. അതാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാൻ കാരണം. ശാസ്ത്രം, അവനവൻ അഭ്യസിച്ചിട്ടുള്ളതായ ശാസ്ത്രം, അതുകൊണ്ടുണ്ടാകുന്ന ഗുണം. ശാസ്ത്രം കൃത്യമല്ലാണ്ട് അഭ്യസിച്ചാൽ ദോഷമാണ് ഉണ്ടാവുക, അത് മനസ്സിലാക്കുക. അത് ശാസ്ത്രീയതയോടുകൂടി പഠിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗുണം മനുഷ്യനുണ്ടാവുക. അല്ലാണ്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും, മനസ്സിലാക്കിക്കൊള്ളാം. സർവശ്രേഷ്ഠത്വം, സൽഗതി, ദേവബ്രാഹ്മണ ഭക്തി, യാഗം, തപസ്, ശ്രദ്ധ, ഭണ്ഡാരം. ഭണ്ഡാരം എന്ന് പറയുമ്പോൾ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് വെച്ചോളൂ. നമ്മളെ ഭണ്ഡാരം അതാണ്. മറ്റേത് ക്ഷേത്ര ഭണ്ഡാരം, അത് വേറെ. അത് ക്ഷേത്ര ദേവൻ്റെ മുതൽ സൂക്ഷിക്കുന്ന സ്ഥലം. വിദ്വത്വം, പതിസുഖം. പതിസുഖം എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ സൗഖ്യം. വിജിതേന്ദ്രിയത്വം, ഇന്ദ്രിയജയം അല്ലേ? നമ്മൾക്ക് ഇന്ദ്രിയജയം ഉള്ളവരായിരിക്കണം. ഒന്നിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. മാനസികമായിട്ടുള്ള പല ഗുണങ്ങളും നിർഗുണങ്ങളും നമുക്കുണ്ടാവും, അതിന് അടിമപ്പെടാൻ പാടില്ല. അതിന് ഇന്ദ്രിയജയം, അതിനെ ജയിക്കണം. നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താനുള്ളതായ കഴിവ് തരണത് വ്യാഴമാണ്. അതല്ലാത്ത ആൾക്കാരാണ് ഈ അബദ്ധത്തിലൊക്കെ ചെന്ന് ചേർന്നത്. പലതരം അപകടത്തിൽ ചെന്ന് ചേർന്നില്ലേ, മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാർ. അവർക്ക് അതിനെ ഇന്ദ്രിയത്തെ ജയിക്കാൻ സാധ്യമല്ല. അതേപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും, ഇപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഇന്ദ്രിയത്തെ അടക്കി നിർത്താൻ പറ്റാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ വ്യാഴം പഴിച്ച ആൾക്കാർക്കൊക്കെ അതിന് സാധ്യതയുണ്ട്. അംഗീകാരം, സമ്മാനം അഥവാ അംഗീകാരം, ഇതെല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഈ വ്യാഴം പഴിച്ച ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതായത് അംഗീകാരം കിട്ടേണ്ട ആളുകൾക്ക് അത് കിട്ടാതെ പോവുക, വേണ്ട സമയത്ത് പ്രൊമോഷൻ കിട്ടാതിരിക്കുക, കുടുംബ ചലനങ്ങളുണ്ടാവുക, അവനവൻ്റെ ബുദ്ധി കേടുകൊണ്ട് പലതരം ദോഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക, ഉപദേശകർത്താക്കന്മാർക്ക് വേണ്ട രീതിയിൽ ഉപദേശം തരാൻ സാധിക്കാണ്ട് വരിക. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. ഓർമ്മക്കേട് കൊണ്ട് ധനനഷ്ടങ്ങൾ, പല സാധനങ്ങളും പല സ്ഥലത്തും വെച്ച് മറന്നുപോയി, പല വിടുപ്പുള്ള സാധനങ്ങളും അതിൻ്റെ കൂടെ പോയി എന്നൊക്കെ പറയുന്ന കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രശ്നം നോക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇത് എവിടെയോ പോയി എന്നൊന്നും ഇഷ്ടമില്ലാണ്ട് പ്രശ്നം നോക്കാനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സർവശ്രേഷ്ഠത്വം, നമ്മൾക്ക് സമൂഹം തരുന്ന ഒരു അംഗീകാരമുണ്ട്, അതൊക്കെ കൈവിട്ടു പോകുക. അതിന് കാരണക്കാരൻ അവനവൻ തന്നെയാവും. അപ്പോൾ അതൊക്കെ ഈ വ്യാഴം പിഴയ്ക്കുന്ന ആൾക്കാർ ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. മനസ്സിലായിട്ടോ? അപ്പോൾ വ്യാഴമ്പഴ ആർക്കൊക്കെയാണ്? മേടക്കൂറുകാർക്ക് വ്യാഴമ്പഴയാണ്. 4-ലാണ് വ്യാഴം. കേസരി യോഗം അല്ലാതെ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക, പിന്നെ ഇടവക്കൂറുകാർക്ക് 3-ൽ വന്നിട്ടുണ്ട് അല്ലേ? കാർത്തിക മുക്കാല്, രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ, അതായത് ആദ്യത്തെ 30 നാഴിക. അപ്പോൾ അവർക്ക് മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും വ്യാഴമ്പഴുണ്ട്. അവർക്ക് മേടക്കൂറുകാർക്ക് 4-ാം വ്യാഴം, ഇടവക്കൂറുകാർക്ക് 3-ാം വ്യാഴം. പിന്നെ ഉള്ളത് ജന്മവ്യാഴം അല്ലേ? പുണർദത്തിൽ കാൽ, പൂയം, ആയില്യം. കർക്കിടക രാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴമ്പഴ. ചിങ്ങം രാശിയിൽ ജനിച്ച മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമ്പഴ. പിന്നെ തുലാക്കൂറ് അല്ലേ? ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖം. ഇങ്ങനെയുള്ള ആളുകൾക്ക്, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ആളുകൾക്ക് 10-ാം വ്യാഴം. പിന്നെ ധനുരാശിയിൽ പിറന്ന മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ആളുകൾക്ക് അഷ്ടമവ്യാഴം. പിന്നെ കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പുരോട്ടാതിയുടെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് 6-ാം വ്യാഴം. അപ്പോൾ ഇത്തരം നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ചിത്ര ചോതി വിശാഖം തുലാക്കൂറ് കേട്ടോ. മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരോട്ടാതി. ഇത്രയും നാളുകാർക്ക്
വ്യാഴം പഴച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യാഴം പഴച്ചിട്ടുള്ള ആളുകൾ അവനവൻ്റെ ജാതകം എടുത്തിട്ട് ഒന്ന് ദൈവജ്ഞൻ്റെ സമക്ഷം കൊണ്ടുപോയിട്ടൊന്ന് പരിശോധിപ്പിക്കുക. ഈ വ്യാഴത്തിന് കർക്കിടക രാശിയിൽ അഷ്ടവർഗബലം എത്രയുണ്ടെന്ന് പരിശോധിക്കാം. 5-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഈ വ്യാഴം പിഴയെ പേടിക്കണം, അല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. 5-ൽ മേലെ അഷ്ടവർഗ ബിന്ദുക്കളുണ്ടെങ്കിൽ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ പോലും വ്യാഴം ഇഷ്ടഫലത്തെ ചെയ്യും, അല്ലെങ്കിൽ ദ്രോഹിക്കില്ല എന്ന് വെച്ചോളൂ. സാത്വിക മൂർത്തിയാണ്, സർവശ്രേഷ്ഠത്വമുള്ള മഹാഗുരുവാണ് വ്യാഴം. മഹാഗുരു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനാ, ഒരിക്കലും നമ്മൾ അന്ധകാരത്തിലേക്ക് തള്ളിവിടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യാഴം അഷ്ടവർഗ ബിന്ദുക്കളുടെ ശൂന്യത, പൂജ്യമൊക്കെ ആണെങ്കിൽ വ്യാഴത്തെ ഭയക്കണം, അല്ലെങ്കിൽ വ്യാഴം ഇഷ്ടഫലം ചെയ്യും. 5 മുതൽ 8 വരെ ബിന്ദുക്കളോട് കൂടി നിൽക്കുകയാണെങ്കിൽ, 5-ൽ മേലെ എന്ന് വെച്ചോളൂ, 6, 7, 8 ഇത് പോസിറ്റീവാണ്. 5 മധ്യമമാണ്. 5-ൽ താഴെ വന്ന 4, 3, 2, 1, 0. 0ക്ക് ഏറ്റവും ശൂന്യതയാണ്. അതിപ്പോൾ തന്നെ അതിൻ്റെ ഫലം കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. വ്യാഴം മാറിയിട്ട് 2-3 ദിവസമായിട്ടുള്ള, അപ്പോഴേക്കും അതിൻ്റെ ഫലം കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ശരിക്കും വ്യാഴം മധ്യദ്രേക്കാണത്തിലാണ് അതിൻ്റെ ഫലം തരിക. ആ മധ്യദ്രേക്കാണത്തെയൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായിട്ട് അതിൻ്റെ ഡേറ്റും സമയമൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഴമാറ്റം വീഡിയോ കാണാത്ത ആളുകൾ കാണാം. 3 വീഡിയോകൾ നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള വഴിപാട് എന്തൊക്കെയാണ്? ഇനി അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സർവേശ്വരകാരകനായതുകൊണ്ട് എല്ലാ ദേവീദേവന്മാരെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. എല്ലാ ദേവീദേവന്മാരെയും, സർവേശ്വരകാരകനാണ്. വ്യാഴത്തിനെ കൊണ്ട് മഹാവിഷ്ണുവിനെ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യാഴം സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ മറ്റുള്ള ദേവതകളൊക്കെ അനുകൂലിക്കുന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അവനവൻ്റെ ഇഷ്ടദൈവത്തെ പൂജിച്ചാൽ മതി. വാരവ്രതം സ്വീകരിക്കുക. വ്യാഴാഴ്ച ഉപവസിച്ച് നാരായണ മന്ത്രം ജപിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മഞ്ഞപ്പൂക്കൾ അർപ്പിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസം നിവേദിക്കുക. ഇതൊക്കെ ചെയ്യണത് വ്യാഴപ്രീതിക്ക് അനുകൂലമാണ്. വിധിയാവണ്ണം ചെയ്താൽ ഫലം ഉണ്ടാവും. പിന്നെ കാശുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? പുഷ്യരാഗം വാങ്ങിയിട്ട് ധരിക്കാം. അത് ഒറിജിനലാണെങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് രത്നധാരണത്തിൽ ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വ്യാഴം പിഴയ്ക്ക് പരിഹാരമായിട്ട് മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. പിന്നെയോ ഭൗതായനീയ സ്നാനം നടത്തുക. മന്ത്രപൂരിതമായ ജലത്തിൽ കുളിക്കുക. ഇടയ്ക്ക് ഔഷധങ്ങളൊക്കെ ഇട്ടിട്ട് അവനവൻ്റെ ശരീരം ഒക്കെ ശുദ്ധാക്കുക, ഒക്കെ അതിലൊക്കെ കുളിക്കുക. 7 കിണറ്റിലെ വെള്ളം ഒരുമിച്ച് ചേർത്ത് കുളിക്കുക. അതും വളരെ വിശേഷ ഗുണമാണ്. 7 കിണറ്റിൽ വ്യത്യസ്തമായുള്ള രസങ്ങളുള്ള വെള്ളമായിരിക്കും. അതിലെല്ലാം ഗംഗാമാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ശുദ്ധമായ വെള്ളമാണെങ്കിൽ അതിൽ കുളിക്കുക. പിന്നെയോ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യണ പരിപാടികളൊക്കെ നിർത്തുക. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടിയിട്ട് അവനവൻ്റെ എന്താ പറയുക, ഒരു ഗൃഹസ്ഥൻ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ദാനം ചെയ്യുക, അവനവന് കിട്ടുന്നതിനനുസരിച്ച് ദാനം ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹം ഉള്ള നടപടികൾ നടത്താതിരിക്കുക, കളവ് പറയാതിരിക്കുക, എല്ലാവരോടും പ്രിയം മാത്രം സംസാരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗ്രഹമാറ്റം വന്നാലും അനർത്ഥങ്ങൾ ഉണ്ടാവുന്നതല്ല. അതാ പറഞ്ഞത്, ഇന്ദ്രിയ ജയം നേടാൻ പറ്റും. ഒന്നിനും അടിമപ്പെടാൻ പാടില്ല. ബാഹ്യമായിട്ടുള്ള ലോഭങ്ങൾക്ക് ഒന്നിനും നമ്മൾ അടിമപ്പെടാതിരിക്കുക. അതിമോഹം അത്യാപത്ത് എന്ന് പറയാറുണ്ട് അല്ലേ? അതിയായിട്ടുള്ള മോഹങ്ങളൊക്കെ, അവനവന് മോഹം വേണം, അത് ആവശ്യത്തിനുള്ളതേ ആകാവൂ. എന്തും അധികമായാൽ ദോഷ. അപ്പോൾ അങ്ങനെയൊക്കെ ചിട്ടയോടുകൂടി കരുതലോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ മാറ്റത്തെയോ ആ ഗ്രഹദോഷങ്ങളെയോ പേടിക്കേണ്ടതില്ല. കാരണം ഈ ഗ്രഹങ്ങൾ ചിട്ടയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളെ ബാധിക്കുന്നതല്ല എന്ന് വസിഷ്ഠവചനമുണ്ട്. പ്രശ്നമാർഗത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം ധർമ്മം പുലർത്തുന്ന ആളുകൾക്ക്, സമൂഹത്തിനോട് ധർമ്മം പുലർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ദ്രോഹവും ഒരു ഗ്രഹേശ്വരന്മാരും ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രന്ഥത്തിൽ നിന്നേ മനസ്സിലാക്കാനാകൂ. അതല്ലാതെ കേവലം കോടീശ്വരനാവും ഒക്കെ അത്തരം വാഗ്ദാനങ്ങൾ സമൂഹത്തിന് ഉണ്ടല്ലോ. വ്യാഴം മാറി കോടീശ്വരൻ, ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിങ്ങളുടെ ജീവിതം അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. പിന്നെ പൂജ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വാങ്ങുന്ന വിദ്വാൻമാർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി വേറൊരാളും പ്രാർത്ഥിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഒരാളും പ്രാർത്ഥിക്കില്ല. പൈസ കൊടുത്താൽ പോലും ചിലപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനവന് വേണ്ടി, അവനവൻ്റെ കുടുംബത്തിനും മക്കൾക്കും നല്ലത് വരുത്തണമെങ്കിൽ അവനവൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമജപം ചെയ്യുക, നാരായണ മന്ത്രം ജപിക്കുക,
പറ്റാവുന്ന രീതിയിൽ അവനവനുള്ളതിനനുസരിച്ച് ദാനം ചെയ്യുക, അർഹതയുള്ള പാത്രങ്ങളിൽ മാത്രം ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാവും. അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴം പഴിച്ചാലുള്ള പ്രതിവിധികൾ. അപ്പോൾ വ്യാഴം പഴിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും മുടക്കമുണ്ടാവും. അപ്പോൾ ആ മുടക്കങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊന്നും വലിയ ചിലവുള്ള പ്രതിവിധികളല്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പൊക്കോളൂ, ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിച്ചോളൂ, നിങ്ങൾക്ക് അനർത്ഥം ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മളെ ചാനലിൽ 400 ചില്ലാനം വീഡിയോകളായിട്ടോ 2026 ആകുമ്പോഴേക്കും. എല്ലാം ശാസ്ത്രീയമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് കേൾക്കാത്തവരെല്ലാം കേൾക്കുക, അതെല്ലാം കാണുക. നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, പ്രമോദ് പണിക്കർ ടോക്സ് ആസ്ട്രോമീഡിയ 20 എന്ന് പറഞ്ഞിട്ട്, അത് കാണുക. അതിലും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെ വീഡിയോകൾ ചില ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ചാനൽ. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമിക്കതും അതിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആസ്ട്രോമീഡിയയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ സേവനം ആവശ്യമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്. നേരിട്ട് എത്തിപ്പെടാൻ പറ്റാതെയുള്ള ആളുകളുണ്ടാവും, അവർക്ക് ഓൺലൈൻ സേവനം ജ്യോതിഷ ഭവനിൽ നിന്നും തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തുടർന്നും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.